പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട റാം നാരായണൻ ബഗേലിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് കുടുംബം ഇപ്പോൾ അറിയിക്കുന്നു. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി കുടുംബാംഗങ്ങൾ മൃതദേഹം കണ്ടു. പ്രതികരണത്തിലേക്ക്. സൂരജ് സജിയുണ്ട്. സൂരജ്, ആ കുടുംബം അവിടെ എത്തിയിരിക്കുന്നു മെഡിക്കൽ കോളേജിൽ. അവരെന്താണ് പറയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, അല്പം മുൻപാണ് ഈ രാംനാരായണന്റെ കുടുംബം തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലെത്തി ഈ രാംനാരായണന്റെ മൃതദേഹം അടക്കം കണ്ടത്. അതിനുശേഷം ഭാര്യയും മക്കളും പുറത്തേക്ക് വന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സങ്കടത്തോടു കൂടിയാണ്. അവർ ഇവിടെ കണ്ണീരണിഞ്ഞ് ഇപ്പോഴും ഇവിടെ ഈ മോർച്ചറിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളാണ് നമ്മളുമായി സംസാരിച്ചിരുന്നത്. അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കുടുംബത്തിന് ഇതുവരെയും ഈ സംഭവത്തെ തുടർന്ന് ഒരു നഷ്ടപരിഹാരവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നവരെ ഈ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് കുടുംബം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ SC/ST, അതായത് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് രാംനാരായൺ. എന്നിട്ടും ഈ SC/ST വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള അത്തരം വകുപ്പുകൾ ചുമത്താൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. പ്രതികളിൽ ഉൾപ്പെട്ട, അതായത് സ്ത്രീകൾ ഉൾപ്പെടെ ഈ കേസിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നിട്ടും അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകാത്ത സംഭവമുണ്ട്. കൂടുതൽ പ്രതികളടക്കം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകും, അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്ന അടക്കമുള്ള ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമേ തങ്ങൾ മൃതദേഹം ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ബന്ധു ശശികാന്ത് അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാളയാർ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിച്ചിരുന്നു. ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രതികളും എത്തിയിട്ടുണ്ട്. ഇവർ പറയുന്നതും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അടക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ, അതായത് പലർക്കും അറിയാവുന്ന പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ഈ കേസിലെ പ്രതികൾ. സ്വാഭാവികമായും അവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ അടക്കം കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം പ്രഖ്യാപിച്ച നിലപാടിനൊപ്പം തങ്ങളും നിലയുറപ്പിക്കുകയാണ് എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അല്പം മുമ്പാണ് ഈ രാംനാരായണന്റെ ഭാര്യ ലളിതയും അതോടൊപ്പം തന്നെ 2 മക്കളും അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏറെ വികാര നിർഭരമായ നിമിഷങ്ങൾക്കാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്. കാരണം ഈ 8 ദിവസങ്ങൾക്ക് മുൻപാണ് രാംനാരായൺ ഈ പാലക്കാട്ടേക്ക് യാത്ര തിരിക്കുന്നത്. അതും കൂലിപ്പണിക്ക് വേണ്ടി അവിടെ എത്തുന്നു. അതിനുശേഷം ഈ കുടുംബത്തെ സംബന്ധിച്ച് ഈ നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ രാംനാരായൺ അതിഥി തൊഴിലാളിയായി കേരളത്തിലേക്ക് എത്തുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന നാട്ടിൽ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലായിരുന്നു രാംനാരായൺ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് ഈ ബംഗ്ലാദേശിയാണ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ആൾക്കൂട്ടം വിചാരണ നടത്തുന്നു. പിന്നീട് വലിയ രീതിയിൽ ഈ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന അടക്കമുള്ള സാഹചര്യം ഉണ്ടായത്. കുടുംബത്തെ സംബന്ധിച്ച് കടുത്ത പ്രതിഷേധമുണ്ട്. കുടുംബം പോറ്റാൻ വേണ്ടി വന്നവനാണ്. ഇയാളുടെ മരണത്തോടുകൂടി, രാംനാരായണന്റെ മരണത്തോടുകൂടി കുടുംബം തന്നെ അനാഥമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് തങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതെന്ന് രാംനാരായണന്റെ ബന്ധുക്കൾ പറയുന്നു. ഭാര്യയും മക്കളും ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല അവരുള്ളത്. ബന്ധുക്കളാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഒരു തരത്തിലും ഈ കുടുംബത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. അതിൽ സർക്കാർ ഒരു ഉറപ്പ് നൽകണം. സ്വാഭാവികമായും മൃതദേഹമടക്കം നാട്ടിലേക്ക് കൊണ്ടുപോയാൽ സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പിന്നീട് അതിനകത്ത് ഒരു തുടർ നടപടി ഉണ്ടാകാതെ പോകുമെന്ന ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് മൃതദേഹം ഏറ്റെടുക്കാത്തത്. അത് ഒരു തരത്തിലുള്ള അനാദരവ് കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ അല്ല. തങ്ങൾക്ക് എത്രയും വേഗം ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആവശ്യം. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കാര്യമായ ഒരു ഇടപെടൽ അത് കുടുംബം ആവശ്യപ്പെടുന്നു. മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന നിലപാട് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.